എഫേസ്യ ലേഖനത്തിലേക്ക് വന്ന് ഞാൻ ഒരു വാക്യം നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. In book of Ephesians, ആമേൻ. അതിന്റെ 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം മുതൽ, അതുകൊണ്ട് ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യൻ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയുവാൻ പ്രാപ്തനാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളവും നിറഞ്ഞു വരികയും വേണം. ലാസ്റ്റ് വാക്യം മാത്രം പറഞ്ഞാൽ മതി. ദൈവത്തിന്റെ എല്ലാ നിറവിനോളവും നിറഞ്ഞു വരണം. Amen. Now to him who by the power that is at work within us is able to carry out his purpose and do super abundantly, far above and above all that we dare ask or think, infinitely beyond our highest prayers, desires, thoughts, hopes or dreams. എനിക്ക് ആ വാക്ക് ഇഷ്ടപ്പെട്ടു വരുന്ന സൂപ്പർ അബണ്ടന്റ്ലി. സൂപ്പർ അബണ്ടന്റ്ലി. ആരെങ്കിലും ഒക്കെ വായി തുറന്ന് പറ സൂപ്പർ അബണ്ടന്റ്ലി. Someone of you say aloud, super abundantly. അവൻ സാധാ അബണ്ടൻസ് അല്ല, സൂപ്പർ അബണ്ടൻസ്. It's not normal abundance, it is super abundance. സൂപ്പർ നാച്ചുറൽ സൂപ്പർ അബണ്ടൻസുകളുമായിട്ട് നിങ്ങൾ കണക്ട് ആകുക. Supernatural, super abundance areas are where you are going to get connected to. എന്നെ കേൾക്കുന്ന ശുശ്രൂഷകന്മാരോടും ദൈവിക ശുശ്രൂഷയ്ക്ക് നിയോഗമുള്ളവരും ഈ വാക്ക് ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ പറയുന്നത്. What I'm going to tell those who have a call in their life and those who are people who are having are in the ministry, please pay attention to me. ദൈവത്തിന്റെ നിറവുകളുടെ സമൃദ്ധിയിൽ നിൽക്കാത്തിടത്തോളം കാലം ദൈവം നിന്നെ ഏൽപ്പിച്ച നിയോഗങ്ങൾ അക്കംപ്ലിഷ് ചെയ്യാൻ നിനക്ക് പറ്റത്തില്ല. If you're not residing in the fullness of God, you cannot accomplish the plan or purpose of God in your life. നിങ്ങളുടെ വിളിയും നിയോഗവും ശ്രദ്ധിച്ചു നോക്കിയേ. Just pay attention to the calling of God in your life. നമ്മളെ ദൈവം വിളിച്ചത് നാം ബലഹീനരായിരിക്കുമ്പോൾ ശൂന്യതയിലുമാണ് ദൈവം നമ്മളെ വിളിച്ചത്. God called us when we are empty and when we are void. എന്നാൽ ആ ശൂന്യതയിൽ വിളിച്ച ദൈവം നമ്മുടെ കൂടെ നിന്ന് നമ്മളിൽ ആമേൻ നിറവുകൾ ആമേൻ ഓവർഫ്ലോ ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. But the people like us who were standing in the void or emptiness, God come and gets connected with us and he wished to overflow the fullness of himself in our lives. നിങ്ങളെ വിളിച്ച ശൂന്യതയിൽ തന്നെയാണ് ഇപ്പോഴും നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ മിഷനെ അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റത്തില്ല. If you are still standing in that emptiness and void right now when God called you in the first moment and still you are in that same place, you cannot accomplish what God has given to in your life. ആമേൻ. നന്മകൾക്കെതിരെ പ്രസംഗിക്കുന്ന ശുശ്രൂഷകന്മാരെ ശ്രദ്ധിക്കുക. Those who are preaching against the prosperity or the blessings. Come on, speak boldly prosperity. Amen. Prosperityക്ക് എതിരെ സംസാരിക്കുന്ന ശുശ്രൂഷകന്മാരെ ശ്രദ്ധിക്കുക. Just pay attention to those ministers who are preaching against prosperity. ഒരു കിണറ്റിൽ കിടക്കുന്ന തവള പോലെയായിരിക്കും അവരുടെ ലൈഫ്. Their life will be like a frog that is being trapped in a well. ആമേൻ. 3 വർഷം കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പന്ത് തട്ടി കളിക്കും വിശ്വാസികൾ. Believers will be play with them. ആമേൻ. സ്വത്രകാഴ്ചയ്ക്കും ടൈറ്റിനും വേണ്ടി കൈനീട്ടി നിൽക്കേണ്ടി വരും. And they will be people who will be opening their hands around and asking for help. ഒരിക്കലും ഒരു മിനിസ്ട്രിയുടെ അക്കംപ്ലിഷ്മെന്റ് അവരിൽ നടക്കുന്നില്ല. They won't reach a height in the ministry or get accomplished what God's purpose is. എന്നാൽ ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, when any person anyone who is hearing, especially who is connected with this message, please listen. അബ്രഹാമേ, നിന്നെ ഒരു രാജ്യമാക്കാനാണ് വിളി. Oh Abraham, you are being called to become a nation. ഇന്നും നീ ആമേൻ ഇസഹാറും ആമേൻ അവിടുത്തെ 2-3 കുഞ്ഞുങ്ങളുമായിട്ട് നിൽക്കുകയാണെങ്കിൽ നിന്റെ വിളിയിൽ നിനക്ക് അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റത്തില്ല. നിന്റെ ലൈഫിൽ ഓവർഫ്ലോ ഉണ്ടെങ്കിൽ മാത്രമേ നിന്റെ വിളിയിൽ നിനക്ക് എത്താൻ പറ്റത്തുള്ളൂ. You are still being there with Isaac or 2-3 children, then you are still being in that position where you are not being in the overflow of the anointing which God has been bestowed upon you. കേരളത്തിൽ ആമേൻ ലഭിച്ച ഒരു തെറ്റായ പഠിപ്പിക്കൽ ഞാൻ പറയാം.
what the wrong teaching with Kerala has got, I want to tell to you. പലരും അവരെ വിളിച്ച പോയിന്റിൽ നിന്നും ഒട്ടും വളരാത്തത് കൊണ്ട് വിശ്വാസികളെ പഠിപ്പിക്കുന്നു, വിളിക്കകത്ത് തന്നെ നിൽക്കണം, വിളിച്ചെടുത്ത് തന്നെ നിൽക്കണം. And since they are not able to grow from that point where they were called, and they teach that they are believers in the same way, that you also stay in that same way. You don't there's no much growth than this, you just stay that way. എന്നെ വിളിച്ചത് ഇങ്ങനെയാണ്. I am called like this. എന്നെ പട്ടിണി കിടക്കാനാണ് വിളിച്ചത്. I am called to experience poverty. എന്നെ ചെരുപ്പിടാതെ നടക്കാനാണ് എന്നെ വിളിച്ചത്. I am called to walk around without sandals. എന്നെ കുളിക്കാതെ നടക്കാനാണ് വിളിച്ചത്. I am called to walk around without washing. എന്നെ കീറിയ ഉടുപ്പിടാനാണ് വിളിച്ചത്. I am called to move around by wearing torn clothes. നിങ്ങളെ മാത്രമല്ല എല്ലാവരെയും ദൈവം അങ്ങനെ വിളിച്ചേ. God has called everyone like that. എന്നാൽ അബ്രഹാമിനെ വിളിച്ചപ്പോഴും ശൂന്യതയിലാണ് വിളിച്ചേ. When Abraham was called, he was also called in a point of emptiness. എന്നാൽ ആ എംപ്റ്റിനെസ്സിൽ തന്നെ നിങ്ങൾ അവസാനിപ്പിക്കാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ മേൽ ഒരു സമൃദ്ധിയുടെ വെളിപ്പാട് ദൈവം തരണം. If you should not end your life being in that emptiness, you should enter into a revelation of abundance. അബ്രഹാമിനെ ദൈവം വിളിച്ചത് ശൂന്യതയിലായിരുന്നു. When Abraham was called, Abraham was in emptiness. എന്നാൽ അബ്രഹാമിന്റെ കൂടെ ദൈവം നിന്ന് നിറവുകളുടെ സമൃദ്ധി അവന്റെ മേൽ പകർന്ന് അവന്റെ വിളി പൂർണ്ണതയിൽ അവനെ എത്തിച്ചു, ഒരു രാജ്യമാക്കി അവനെ മാറ്റി. But when Abraham got connected with God, and he was getting filled with the fullness of God, and he reached a height where he is becoming the father of nations. Amen. ദാവീദിനെ ദൈവം വിളിച്ചത് ശൂന്യതയിലായിരുന്നു. When David was called, he was also an empty person. എന്നാൽ ദൈവം അവന്റെ കൂടെ നിന്ന് നിറവുകളുടെ സമൃദ്ധി അവന്റെ മേൽ പകർന്ന്, ആമേൻ, ഹല്ലേലൂയ, യഹൂദ ഗോത്രത്തിലെ ഏറ്റവും പവർഫുൾ ആയ കിങ് ആക്കി അവന്റെ വിളിയിൽ ദൈവം അവനെ എത്തിച്ചു. When he got connected with God, God overflowed. When God began to overflow in him, and he reached his fullness, and he became a king in Judah, and that in such a way that nobody, in such a great manner that no one is going to forget the name of King David. പത്രോസിനെ ദൈവം വിളിച്ചപ്പോൾ ഒഴിഞ്ഞ വലയല്ലായിരുന്നു. When Peter was called by Jesus, wasn't his net 20 വർഷം കഴിഞ്ഞിട്ടും ഒഴിഞ്ഞ വലയുമായിട്ട് നിൽക്കുന്ന പീറ്റർ, നിനക്ക് നിന്റെ കോളിനെ അക്കംപ്ലീഷ് ചെയ്യാൻ പറ്റത്തില്ല. നാളുകളിൽ നിന്റെ കോളിനെ അക്കംപ്ലീഷ് ചെയ്യണമെങ്കിൽ ദേശത്തിലെ സമ്പന്നന്മാർ വസ്തുവകകൾ കൊണ്ടുവന്ന് വിറ്റ് നിന്റെ കാൽക്കൽ വെച്ച് നിന്നെ ആ നിലകളിൽ നിന്റെ മൈൻഡിനെ വളർത്തിയെടുക്കണം. Let me tell you, oh Peter, anyone who is listening to me having the situation of Peter, you're still standing in that same mindset. You have to, unless you are ready to reside in that abundance of God, you will not be in a position where people sell their possessions and come and lay down at the feet just of Peter. പൗലോസിനെ ദൈവം വിളിക്കുമ്പോൾ when Paul was called, ശൂന്യതയിലാ വിളിച്ച സഹോദരന്മാരെ. he was also having emptiness. കൊരിന്തിൽ അവൻ മിനിസ്റ്റർ ചെയ്യുമ്പോൾ, when he is ministering Corinth, പട്ടിണിയായിരുന്നു. he was experiencing അവൻ ഡെയിലി ജോലി ചെയ്തിട്ടാണ് അവൻ ശുശ്രൂഷിച്ചത്. he used to work with his hands and then do the ministry. എന്നാൽ ശുശ്രൂഷയുടെ അവസാനത്തിലേക്ക് വരുമ്പോൾ, when he is coming to the end of the ministry, ഫിലിപ്പിയർ 4:18 അവൻ പറയുന്നു, Philippians 4:18, എനിക്കെല്ലാം ഉണ്ട്, സമൃദ്ധിയായും ഇരിക്കുന്നു.